1983 മുതൽ 1985 വരെ ഞാൻ ലഡാക്കിലായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് എനിക്ക് ട്രാൻസ്ഫർ ആയത് ജലന്ധറിലേക്കാണ്. അവിടെ ഒരു ആർമിയുടെ ഒരു ലോജിസ്റ്റിക് നോഡുണ്ട്. ബേസിക്കലി അവിടെ ഉള്ള എക്യുപ്മെൻസിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കുറച്ച് സമയം ജോലി ചെയ്തു. അവിടുത്തെ ഇൻവെൻട്രിയും ഒക്കെ ആയിരുന്നു എൻ്റെ മേൽനോട്ടത്തിലെന്ന് ആ ഫുൾ ടെക്നിക്കൽ ഇൻവെൻട്രി ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്കാണ് എൻ്റെ വിവാഹം കഴിയുകയും ഞാൻ എൻ്റെ ഭാര്യയുമായി ജലന്ധറിൽ വന്നു. ഇതിനിടയ്ക്ക് പെട്ടെന്ന് അവിടെ തന്നെയുള്ള വേറെ ഒരു യൂണിറ്റിൽ ഒരു ക്രൈസിസ് ഉണ്ടാകുകയും പെട്ടെന്ന് തന്നെ, അതായത് ഒരു രാത്രി കൊണ്ട് തന്നെ എന്നോട് അവിടെ പോയി ചാർജ് എടുക്കാൻ പറയുകയും ചെയ്തു. ഞാൻ ആ യൂണിറ്റിൽ ചെന്നു, ചാർജ് എടുത്തു. അതിൻ്റെ കമാൻഡറായിട്ടിരുന്ന ഒരു കേണലാണ്, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്തത്. അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് ഓഫീസേഴ്സിൻ്റെ കുറവ് വന്നു. ഞാനവിടെ പോയി. ഭയങ്കര ഹെവി ആയിട്ടുള്ള വർക്കായിരുന്നു. അതായത് ഒരു ഓഫീസല്ല, 8-9 ഓഫീസിൻ്റെ ചാർജ് എനിക്ക് എടുക്കേണ്ടി വന്നു ഒരുമിച്ച്. അത് ചെയ്ത് അപ്പോഴാണ് എനിക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സിന് പേര് വന്നത്. അത് ജബൽപൂരിലാണ്. അപ്പോൾ എൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. യാത്ര ചെയ്യാൻ എനിക്കറിയാൻ വയ്യായിരുന്നു പോകാൻ ഒക്കുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞാൻ അവിടുത്തെ എഴുതി, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എഴുതി എനിക്ക് വരാൻ പ്രയാസമുണ്ട്, എൻ്റെ വൈഫ് പ്രഗ്നൻ്റാണ്. അപ്പോൾ അവർ എനിക്ക് മറുപടി വന്നു, നിങ്ങൾ വന്നേ ഒക്കൂ, വൈഫിനെ കൊണ്ടുവരാൻ ഒക്കത്തില്ല. അപ്പോൾ ഞാൻ തിരിച്ചെഴുതി, ഞാൻ വൈഫ് ഇല്ലാതെ വരുന്നില്ല, ഞാൻ വരികയാണ്, കൂടെ വൈഫും ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ എഴുത്ത് ചെന്നപ്പോഴത്തേക്ക് ഞാനും എൻ്റെ ഭാര്യയും, പൂർണ്ണ ഗർഭിണിയായ എൻ്റെ ഭാര്യയും ജബൽപൂരിൽ ഞങ്ങളെത്തി. ഇത് നവംബർ 20 തോന്നുന്നു ഞാൻ പോയി റിപ്പോർട്ട് ചെയ്തത്. ഡിസംബർ 8 എൻ്റെ ഭാര്യ പ്രസവിച്ചു. 8 മാസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു. അത് ഒരു എൻജിനീയറിങ് കം ഇൻവെൻട്രി കം ഒരു സ്പെഷ്യൽ കോഴ്സാണ്. ആർമിയുടെ എക്യുപ്മെൻസിൻ്റെയൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാനും അവരുടെ ലൈഫ് ഫോർകാസ്റ്റ് ചെയ്യാനും അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കുന്നൊരു കോഴ്സാണ് ഞാൻ ചെയ്തത്. അവിടെ നിന്ന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് തേസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ആ യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കാത്തൊരു യാത്രയാണ്. ജബൽപൂരിൽ നിന്ന് നമ്മൾ ട്രെയിൻ കയറി ആദ്യമേ അലഹബാദിലെത്തണം. എന്നിട്ട് അലഹബാദിൽ നിന്ന് പാതിരാത്രിക്കുള്ളൊരു ട്രെയിനാണ് ഗുവാഹട്ടിക്ക്. അതിൽ കയറി. അപ്പം ഞാനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ കുഞ്ഞുണ്ട്. കുഞ്ഞിന് അന്ന് 6 മാസം അല്ലെങ്കിൽ 5-6 മാസമായി കാണും. ഞങ്ങൾ തേസ്പൂരിന് പോയി. ഡയറക്റ്റ് ട്രെയിൻ ഇല്ല അന്ന് തേസ്പൂരിലേക്ക്. ഇന്നുണ്ടോ എന്നെനിക്കറിയാൻ പാടില്ല. ഇത് ഞാനീ പറയുന്നത് 1987 മെയ്യിലെ കാര്യമാണ്. അവിടെ ചെന്നു. രംഗ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് വേറൊരു ട്രെയിൻ പിടിക്കണം. ആ ട്രെയിനെയാണ് വഴിക്ക് വെച്ച് പിടിച്ചു നിർത്തി ഈ ലൂട്ട് ചെയ്യാൻ, അതായത് കൊള്ളയടിക്കാൻ വേണ്ടി ആൾക്കാർ അതിൽ ശ്രമിച്ചത്. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അതിനകത്താണ് ഞാൻ ആ സ്ത്രീയെ രക്ഷിച്ചു എന്ന് പറഞ്ഞ കഥ. അപ്പോൾ ഞങ്ങൾ രംഗ്യയിൽ നിന്ന് ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞും കൂടെ ട്രെയിനിൽ കയറി. ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പം പഴയ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് വിൻഡോ ഉണ്ട്. അപ്പം ഞങ്ങളുടെ പാസഞ്ചറായിട്ട് ഒരു സീനിയർ ക്യാപ്റ്റൻ, എന്നെക്കാളും സീനിയറാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ കൂടുള്ള പട്ടാളക്കാർ വേറൊരു കമ്പാർട്ട്മെൻറ്റിലും. അവരുടെ കയ്യിലൊക്കെ വെപ്പൺസ് ഉണ്ട്. അപ്പോൾ ഈ ട്രെയിനിനെ പോയി ഇടയ്ക്ക് വെച്ച് ട്രെയിൻ അവിടെ നിർത്തി. ഒരു സ്റ്റേഷനിൽ, സാധാരണ ഒരു സ്റ്റേഷൻ, ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്റ്റേഷൻ, അവിടെ നിർത്തി. അപ്പോൾ ഈ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ സ്ത്രീ, മറ്റേ ഓഫീസറുടെ ഭാര്യ ചാരി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ട് ആ സ്ത്രീയുടെ കഴുത്തിലെ മാല പിടിച്ചിങ്ങോട്ട് പറിച്ചു.
സാധാരണ മാല പിടിച്ച് പറിച്ചിട്ട് ആൾക്കാർ ഓടിപ്പോവുകയാണ് ചെയ്തത്. ഈ മനുഷ്യൻ മാല പറിച്ചിട്ട് പുറത്തവിടെ നിൽക്കുകയാണ്. അപ്പം ഈ സ്ത്രീയുടെ ഭർത്താവ് പെട്ടെന്ന് ഇറങ്ങി ഓടിച്ചെന്ന് അയാളെ കയറി പിടിച്ചു. അയാളെ പിടിച്ചപ്പോഴത്തേക്ക് 5-6 പേര് കൂടി. അവസാനം ഉന്തായി തെള്ളായി ബഹളമായി. ട്രെയിന് അവർ അടിച്ചു തകർക്കാൻ തുടങ്ങി. അപ്പം അവരുടെ മൊത്തം എയിം ഞങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലാണ്. എന്തൊക്കെ ശബ്ദം കേട്ടു. ഞാൻ നോക്കിയപ്പം കല്ലെറിയുന്നു. അപ്പോൾ കുഞ്ഞുണ്ട്. ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെയും എൻ്റെ ഭാര്യയെയും മേളിലത്തെ സീറ്റിലോട്ട് മാറ്റി. അപ്പോഴത്തേക്ക് ഞാൻ ജനലടയ്ക്കാൻ നോക്കി. അപ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ വന്നൊരു കമ്പിട്ടിട്ട് അതിനിടയ്ക്ക് വെച്ച്. അപ്പം എനിക്ക് ജനൽ അടയ്ക്കാൻ വയ്യാത്ത സ്ഥിതിയായി. അപ്പം ഞാൻ ആ കമ്പെ പിടിക്കുന്നു. അപ്പോൾ വേറൊരു മനുഷ്യൻ ഒരു കമ്പിട്ട് എന്നെ കുത്തുന്നു. അപ്പോഴത്തെ അവിടെ എന്തൊക്കെയോ ബഹളം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് വേറെ ആരൊക്കെ വന്ന് കൈയിട്ടിട്ട് ഞങ്ങളുടെ ബാഗ് എല്ലാം വലിച്ച് കീറി അതിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഫീഡും അതിൻ്റെ മിൽക്ക് പൗഡറും ഒക്കെ അതിനകത്ത് ബോട്ടിലും ഒക്കെ. അപ്പോൾ കയ്യിലൊരു ബോട്ടിലുണ്ട്, അതുകൊണ്ട് ആ വലിയൊരു ഫ്ലാസ്ക് വെള്ളം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബാഗെല്ലാം ബാക്കിയുള്ള വാല്യുബിൾസൊക്കെ ഞങ്ങൾ മെയിലിലാക്കിയായിരുന്നു. അപ്പോൾ അറൗണ്ടൊക്കെ വിളിച്ച് പറയുന്നുണ്ട് തീയിടുന്നൊക്കെ. ഭയാനക സംഭവം. അന്നേരമാണ് ഈ കുഞ്ഞിൻ്റെ ചൂട് വെള്ളത്തിൻ്റെ ഫ്ലാസ്ക് ആരോ കയറി പിടിച്ചു. അപ്പോൾ എനിക്ക് ഈ വെള്ളം വേണം, കാരണം കുഞ്ഞിന് ഇനി യാത്ര 6 മണിക്കൂർ കിടക്കുന്നു. അത് കുഞ്ഞിന് പാൽ കൊടുക്കാൻ വെള്ളം വേണമല്ലോ. ഞാൻ ഫ്ലാസ്കെ പിടിച്ചു. അപ്പം ആരാണ്ട് എന്നെ കമ്പിട്ടിവിടെ കുത്തുന്നു, മുറിയുന്നുണ്ട്, ചോര വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലാസ്ക് ഞാൻ ഇങ്ങോട്ട് പിടിക്കുന്നു, അവരങ്ങോട്ട് പിടിക്കുന്നു. അവസാനം എങ്ങനെയാണെന്നറിയാൻ വയ്യ, എന്നെ കുത്തിയതും എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫ്ലാസ്ക് പോയി. ഈ ഫ്ലാസ്ക് ചെന്നിട്ട് ഫസ്റ്റ് ക്ലാസ്സിന് ഇങ്ങനെ ജനൽ കമ്പികളുണ്ട്, ആ കമ്പിയെ പോയി അത് ഇടിച്ച് ഫ്ലാസ്ക് പൊട്ടിത്തെറിച്ചു. ഭയങ്കര ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച് ഈ ഗ്ലാസ് എല്ലാം കൂടെ പോയത് പുറത്തോട്ടാണ്. അപ്പോൾ തിളച്ച വെള്ളവും ഈ ഗ്ലാസും കൂടെ പൊട്ടിത്തെറിച്ച് ആ മുമ്പിൽ ഇത് വലിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ്റെ മുഖത്തെല്ലാം അതെല്ലാം ചോര ഒലിച്ചുകൊണ്ട്. അപ്പോഴത്തേക്ക് ആരാൾ പറഞ്ഞ് വെടിവെക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും ഓടി. ഞങ്ങൾ അന്ന് രക്ഷപ്പെട്ടത് ഈ പൊട്ടിയ ഫ്ലാസ്ക് കാരണമാണ്. അപ്പോൾ ഈ സ്ത്രീയെയൊക്കെ ഞാനെടുത്ത് മേളിലാക്കിയായിരുന്നു. എല്ലാവരും പേടിച്ചിട്ടപ്പോൾ ഞാൻ അവരെയൊക്കെ പൊക്കി മേളിലാക്കി സേഫാക്കി വെച്ചേക്കുക. അപ്പോൾ തീ കൊടുക്കാൻ നോക്കിയപ്പോഴാണ് ഈ സംഭവം നടന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മിസാമാരി എന്ന സ്റ്റേഷനിൽ ഇറങ്ങി അന്ന് രാത്രി അവിടെ കിടന്നു. ആ കൂടി ഞങ്ങൾ വളരെ കുഞ്ഞൊക്കെ പിന്നെ കുഞ്ഞിന് കൊടുക്കാൻ വെള്ളമില്ലാതായി, കുഞ്ഞ് കരച്ചിലായി. അപ്പോൾ ഞാൻ ട്രെയിനിലെ വെള്ളം എടുത്ത് പാല് കലക്കി കുഞ്ഞിന് കൊടുത്തു. ചെയ്യാൻ പാടില്ലാത്ത കുറ്റമാണ്, പക്ഷേ വേറെ ഒരു മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ആസാമിലെ തേസ്പൂരിലെ വെള്ളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ എണ്ണയുടെ കണ്ടൻറ്റ്, അതായത് ഓയിൽ കണ്ടൻറ്റ്, പെട്രോളിയത്തിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. പിറ്റേന്ന് തൊട്ട് എൻ്റെ കുഞ്ഞിന് അസുഖമായി, ഭയങ്കരമായ ഡയറിയ. അടുത്തൊരു 4-6 മാസം കുഞ്ഞ് ഹോസ്പിറ്റലിൽ ബാക്ക്. ഞങ്ങളാകെ തകർന്നു പോയി. ഈ വെള്ളത്തിൻ്റെ മാത്രമല്ല പ്രശ്നം, വേറെ 2 മേജർ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് പാമ്പ്, 2 ലീച്ച്. അപ്പം പാമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് ഫോബിയാണ്. പാമ്പിൻ്റെ പോലും പറയേണ്ട, അപ്പോഴത്തേക്ക് പുള്ളിക്കാർക്ക് പേടി വരും. അവിടെ എവിടെ ഇറങ്ങി നോക്കിയാലും പാമ്പ്. അപ്പോൾ ഈ എൻ്റെ ഭാര്യയെ പാമ്പിനെ കാണിക്കാതെ കൊണ്ടുപോകാൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെടുമായിരുന്നു. ഒരു ദിവസം ബാത്റൂമിൽ ചെന്നപ്പം ബാത്റൂമിനകത്തൊരു പാമ്പ്, എങ്ങനെയൊക്കെയോ അതിനെ പുറത്താക്കി. അപ്പം ഞാൻ തിരിച്ചിറങ്ങി വന്നപ്പോൾ എൻ്റെ ഭാര്യ ചെന്ന് പറ്റി. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പറഞ്ഞത് അന്ന് ബാത്റൂമിനകത്ത് ഷവറിൻ്റെ മേളിൽ പാമ്പായിരുന്നുള്ളത്. ഷവർ തൂങ്ങി കിടക്കുമായിരുന്നു പാമ്പ്. പിന്നെ ലീച്ച്, നമ്മൾ പാൻറ്റ് അല്ലെ സോക്സ് ഇട്ട് ഷൂസ് മേളിൽ കപ്പി അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ ലീച്ച് കടിച്ചിരിക്കും. ലക്കിലി പിള്ളേരും എൻ്റെ മകളും ഭാര്യയും ഒന്നും അധികം പുറത്ത് പോകാത്തതുകൊണ്ട് അവർക്ക് ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കാല് നനയുന്ന പോലെ തോന്നും. കാര്യം ഈ ലീച്ച് അതിൻ്റെ വയറ് നിറച്ച് കുടിച്ച് നമ്മളെ വിട്ട് കഴിയുമ്പോഴാണ്. അത് കടിക്കുമ്പം
ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു എൻസൈം അത് ഇഞ്ചെക്ട് ചെയ്യും. അത് കയറി കഴിയുമ്പോൾ പിന്നെ അത് പോയി കഴിയുമ്പോൾ ഇങ്ങനെ ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കും. അതൊക്കെ അവിടെ സാധാരണമാണ്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 99954442. അതിനിടയ്ക്ക് അവിടെ ബോഡോ അജിറ്റേഷൻ. അപ്പം 7 ദിവസം വണ്ടിയൊന്നും ഓടത്തില്ല, ഒന്നും കിട്ടത്തില്ല, പാൽപ്പൊടി കിട്ടുന്നില്ല, പാല് കിട്ടുന്നില്ല, വളരെ പ്രയാസപ്പെട്ടു. അന്നൊരു ഡോക്ടറുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ബറുവ എന്നാണ്, ബറുവ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ക്യാപ്റ്റൻ, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ ജീവനോടെ വേണമെങ്കിൽ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ പൊക്കോണം. ഞാൻ ഉടനെ തന്നെ വന്ന് ജോയിൻ ചെയ്ത് 6-7 മാസം കൊണ്ടൊന്നും ആരും ട്രാൻസ്ഫർ തരത്തില്ല, തിരിച്ച് പോകാനായിട്ട് ഒക്കുന്നില്ല. എൻ്റെ ഭാര്യയുടെ അമ്മ മരിച്ചുപോയി. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒരു സൈഡ് പാരലിറ്റിക്കാണ്, വേറെ ആരും സഹായിക്കാനില്ല. ഇപ്പം ഒരുമിച്ച് താമസിച്ചേ ഒക്കൂ. ട്രാൻസ്ഫർ കിട്ടത്തില്ല എന്നറിയാം. പല കോഴ്സസിന് അതായത് ഈ ഞങ്ങളുടെ ആർമിയിൽ ഓഫീസേഴ്സിന് ട്രെയിനിങ്ങിന് വേണ്ടി പല കോഴ്സസ് ഉണ്ട്. ഞാൻ അതിനൊക്കെ അപ്ലൈ ചെയ്തു. അതിൽ ഒരു കോഴ്സായിരുന്നു ഫണ്ടമെൻ്റൽ പ്രോഗ്രാമേഴ്സ് കോഴ്സ്, കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടർ വരുന്നതേ ഉള്ളൂ, ആർമിയിലൊക്കെ തുടങ്ങി. ഇൻഡോറിനടുത്ത് മൗ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ആർമിയുടെ ഒരു കോളേജുണ്ട്, MCT മൗ. അവിടുത്തെ ഒരു എക്സാമിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തു, എഴുതി. എല്ലാ കോഴ്സും വരുമ്പോൾ ഞാൻ റിസർവാണ്. അപ്പോൾ എൻ്റെ പേര് റിസർവിൽ കാണും, എൻ്റെ പേര് വരത്തില്ല. എനിക്കത് മനസ്സിലാകുന്നില്ല, എന്തുകൊണ്ട് വന്നില്ല എന്ന് ഇന്നുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ കാരണം എന്താണെന്ന്. അന്നേരമാണ് ആരോ പറഞ്ഞു വേറെ ഒരു കോഴ്സുണ്ട്, ഫോറിൻ ലാംഗ്വേജ് കോഴ്സ്. അതായത് സർക്കാർ അവരുടെ ചിലവിൽ നമ്മളെ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കും. അപ്പം ഞാൻ അതിന് അപ്ലൈ ചെയ്തു. അപ്പോൾ അതിന് അപ്ലൈ ചെയ്ത് അതിന് കോൾ ലെറ്റർ വന്നു, എക്സാമിന് പോകണം. അപ്പോൾ എക്സാമിന് പോകാൻ എനിക്ക് ക്ലെയിം ചെയ്യാം, പക്ഷെ എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞു നോക്കത്തില്ല. അപ്പോൾ അവരെ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ പ്ലെയിനിൽ ടിക്കറ്റ് എടുത്ത് തേസ്പൂർ ടു ഗോഹട്ടി, ഗോഹട്ടിയിൽ നിന്ന് ഡൽഹി രാത്രി വന്നിറങ്ങി. എവിടെ പോകണമെന്നറിയാൻ വയ്യ. ആരൊക്കെയോ പറഞ്ഞ് അവിടുത്തെ ആ എയർപോർട്ടിൽ നിന്നൊരു എയർപോർട്ട് കൊറിയർ സർവീസിൽ കയറി ഡൽഹി YMCA വന്ന് താമസിച്ചു. പിറ്റേന്ന് രാവിലെ ആരണ്ടൊക്കെ നമ്പർ കണ്ടുപിടിച്ച് വിളിച്ചു. അവർ എന്നെ പിക്കപ്പ് ചെയ്ത് അവരെ വീട്ടിൽ താമസിച്ചു. അതൊരു കോമ്പറ്റേറ്റീവ് എക്സാമായിരുന്നു. ഞാൻ അതിന് പോയി എഴുതി. അവിടെ ചെന്നപ്പോൾ ഒരു വമ്പിച്ച ജനാവലി ഓഫീസേഴ്സിൻ്റെ, ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ടുണ്ട് ആൾക്കാർ, ഇന്ത്യയിൽ നിന്ന് മൊത്തമുള്ള മേജറും ക്യാപ്റ്റൻസും എല്ലാം അവിടെ ഒത്തിരി പേര് ഇതിൽ വോളണ്ടിയർ ചെയ്ത് വന്നിട്ടുണ്ട്. ജർമ്മൻ ആണ് ഞാൻ ചൂസ് ചെയ്തത്. അതിലാകെ ഉള്ള വേക്കൻസി 8 ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കിട്ടത്തൊന്നുമില്ല. കാര്യം എനിക്കത് അറിയാൻ വയ്യ. എന്തായാലും ഓക്കെ, ഒരാഴ്ച പുറത്തായല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എക്സാം എഴുതി തിരിച്ച് തേസ്പൂരിന് പോയി. ഞാൻ ലീവ് എടുത്തു. കാര്യം എനിക്ക് ഈ കുഞ്ഞിനെ എങ്ങനെ രക്ഷിക്കണമല്ലോ. ലീവ് എടുത്ത് ഞങ്ങൾ ട്രെയിനിൽ കയറി ഗോഹട്ടിയിൽ നിന്ന് അന്ന് വിവേകാനന്ദ എക്സ്പ്രസ്സാണ്. കയറിക്കഴിഞ്ഞാൽ 5-ാമത്തെ ദിവസമാണ് കൊല്ലത്ത്. അതായത് 98 hours 95 hours റണ്ണിങ് ടൈം. അതായത് ഗോഹട്ടിയിൽ നിന്ന് ആദ്യമേ അത് കൽക്കട്ട വരണം, പിന്നെ കൽക്കട്ടയിൽ നിന്ന് പിന്നെ വയ ചെന്നൈ ടു കൊല്ലം, അങ്ങനെ. പിന്നെ അന്നൊക്കെ ട്രെയിൻ 12 മണിക്കൂറും 16 മണിക്കൂറൊക്കെ ലേറ്റ് ആകുന്നത് വളരെ സാധാരണമാണ്. ഇത് വീക്ക്ലി വൺസ് ട്രെയിനാണ്. തുടങ്ങുമ്പോൾ മിക്കവാറും സമയത്ത് തുടങ്ങും, പക്ഷേ വരുമ്പോൾ എപ്പോഴും താമസിച്ചാണ്. ആ ട്രെയിനിൽ കയറി ഞങ്ങൾ കൊല്ലത്ത് വന്നു. ഞാൻ 2 മാസം ലീവ് എടുത്തു. ലീവ് കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനിൽ കയറി ഗോഹട്ടിയിൽ ഇറങ്ങിയപ്പം എൻ്റെ ഓർഡർലി ഗോഹട്ടി സ്റ്റേഷനിൽ എന്നെ കാണാൻ വന്ന് നിൽപ്പുണ്ട്. സാറിൻ്റെ ട്രാൻസ്ഫർ വന്നു, ഉടനെ പോകണം. ഞാൻ പറഞ്ഞു, എങ്ങോട്ടാ സർ? ഡൽഹി ഏതോ കോഴ്സിനാന്ന്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ന്യൂസ് ഇന്ന് വരെ അതായിരുന്നു. ഞാൻ വന്നു,
പാക്ക് ചെയ്ത് വിത്തിൻ 5-6 ഡേയ്സ് 5-6 ദിവസം കൊണ്ടെല്ലാം പാക്ക് ചെയ്ത് ഞാൻ ഡൽഹിയിലെത്തി. 1.5 വർഷം ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. എന്നിട്ട് ജർമ്മനിലൊക്കെ പോകുമെന്നൊക്കെ ആഗ്രഹിച്ചു, പക്ഷേ അത് നടന്നില്ല. അന്നേരമാണ് ജർമ്മനിയായിട്ട് എന്തൊക്കെയോ പ്രശ്നമായി. പിന്നെ ഇവിടെ തന്നെ ഗവൺമെൻറ്റിൻ്റെ രാജീവ് ഗാന്ധി ഗവൺമെൻറ് താഴെ പോയി. അപ്പം ആ ജർമ്മൻ സർക്കാരുമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ചർച്ച ഇല്ലാതായി. അപ്പോൾ ജർമ്മനിയിൽ പോകാനിരുന്ന ഞാൻ പൂനെയിലെത്തി. ഞാനും ഭാര്യയും എൻ്റെ മകളും കൂടി ജാനുവരി 1990 പൂനെയിൽ ഖഡ്കി അല്ലെങ്കിൽ കിർക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ട്രാൻസ്ഫറായി വന്ന് ജോയിൻ ചെയ്തു. അത് ഇന്ത്യയിലേക്കും ഏറ്റവും വലിയ ടാങ്ക് ഡെപ്പോ ആണ്. അതായത് സെൻട്രൽ ആം ഫോഴ്സസ് വെഹിക്കിൾ ഡെപ്പോ എന്ന് പറയും. അതായത് ഇന്ത്യക്ക് പട്ടാളത്തിന് വേണ്ടുന്ന ടാങ്കുകൾ എല്ലാം അവിടെ വരും, അവിടെ സ്റ്റോക്ക് ചെയ്യും, അതിനെ മെയിൻറ്റെയിൻ ചെയ്യും, പിന്നെ എവിടെ വേണ്ടത് അവിടെ എത്തിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു യൂണിറ്റിലാണ് ഞാൻ അവിടെ പോസ്റ്റഡായത്. ആ ഇടയ്ക്കാണ് സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ ബ്രേക്കപ്പ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്പെയർസ് വരുന്നു, പുതിയ ടാങ്കുകൾ വരുന്നു, പല പല റഷ്യൻ എക്യുപ്മെൻറ്റ്സ് വരുന്നു. ഭയങ്കര ബിസിയായുള്ള സമയമാണ്. ജാനുവരി ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ എൻ്റെ ഭാര്യ 2ാമത്തെ കുഞ്ഞുമായി ഗർഭിണിയാണ്. അവിടെ ഡോക്ടറെ കാണാനിരുന്നപ്പോൾ ഒരു നേഴ്സ് എൻ്റെ പേര് കണ്ടിട്ട് എന്നോട് ചോദിച്ചു, സർ മലയാളിയാണോ? അതെ. അപ്പോൾ എന്നോട് പറഞ്ഞു, സർ നിങ്ങളുടെ ഒരു മലയാളി ഓഫീസർ, എയർഫോഴ്സ് ഓഫീസർ ഇവിടെ ആക്സിഡൻ്റായിട്ട് വന്നിട്ടുണ്ട്, ICUവിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു പാരെന്താണ്? അത് പേര് ഒരു അനിൽകുമാർ എന്നാണ്, ഫ്ലൈറ്റ് ലെഫ്റ്റനൻ്റാണ്, വന്നിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ, ഒരു മേജർ ആക്സിഡൻ്റാണ്, പാരലിറ്റിക് കേസാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കാണാം, മലയാളിയല്ലേ, ഒന്ന് ഞാൻ കുറച്ച് സീനിയർ ക്യാപ്റ്റനാണ്, അപ്പം പോയി കാണാമെന്ന് വിചാരിച്ചു. ഞാൻ ICUവിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച, എൻ്റെ സ്കൂളിൽ എനിക്ക് 5-6 വർഷം ജൂനിയറായിട്ട് പഠിച്ചിറങ്ങിയ ഫ്ലൈറ്റ് ലെഫ്റ്റനൻറ്റ് MP അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി, കേവലം 21, 22 അല്ലെങ്കിൽ 23, 24 വയസ്സ്, 23, 24 വയസ്സ് കാണും ഉള്ള അനിൽകുമാർ ഒരു ആക്സിഡൻറ്റിന് ശേഷം കഴുത്തിന് താഴോട്ട് പാരലൈസിസ് ആയിട്ട് അവിടെ ICUവിൽ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പം ഞാൻ അനിലിനെ കണ്ടു, ചോദിച്ചു എന്തു പറ്റിയെന്ന്. അനിൽ അന്ന് അവർക്ക് നൈറ്റ് ഫ്ലൈങ്, അതായത് രാത്രിയിൽ പറക്കൽ പരിശീലനത്തിന് പോകാൻ വേണ്ടി തയ്യാറെടുത്ത്, അദ്ദേഹം ലീവിലായിരുന്നു, ലീവ് കഴിഞ്ഞ് വന്നു, എടുത്ത് ബൈക്കിൽ കയറി ഫ്ലൈറ്റിൽ അവിടെ പോയി ഹാങ്ങറിൽ പോയി എല്ലാം റെഡിയൊക്കെ ആയി. അപ്പോഴത്തേക്ക് വെതർ, അതായത് ക്ലൈമറ്റ് മോശമായി, അപ്പോൾ ടേക്ക് ഓഫ് ഇല്ല എന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് ക്യാൻസലായി. അപ്പം അദ്ദേഹം തിരിച്ച് വരുമ്പോൾ പുതിയതായിട്ട് വെച്ചിരുന്ന ബാരിയർ കണ്ടില്ല. അപ്പോൾ പുള്ളി ബൈക്കിലായിരുന്നു. അടുത്ത് വന്നപ്പോഴാണ് ഈ ബാരിയർ താന്ന് കിടക്കുന്നത് കണ്ടത്. ഈ ബൈക്ക് വരുന്നത് കണ്ട് ഈ ഗാർഡ് ഇത് പൊക്കാൻ വേണ്ടി ഒരു ഹുക്ക് പോലെ സാധനം അത് താക്കണം, ഇത് ഈ ബാരിയർ പുറത്ത് പോകണമെങ്കിൽ. അപ്പോൾ അത് ഇത് താക്കുകയും അനിൽകുമാർ വന്നിട്ട് കുനിഞ്ഞ് അടി കൂടെ പോകാൻ നോക്കി. അദ്ദേഹം ഈ ഗാർഡ് ബാരിയർ താത്തതും അനിൽകുമാറിൻ്റെ കഴുത്തിൻ്റെ പുറകിലാണ് വന്നത് ഇടിച്ചത്. അനിൽകുമാർ വീണു, സെർവൈക്കൽ ഫ്രാക്ചർ, താഴോട്ട് പാരലിസിസ് ആയി. അങ്ങനെയാണ് അദ്ദേഹം കിർക്കി ഹോസ്പിറ്റലിൽ വന്നത്. ജീവിതത്തിലെ വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അതും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 3 വർഷം ഞങ്ങൾ ചിലവഴിച്ചു. ഞാനിങ്ങനെ കാണാൻ പോകുമ്പം അത് എന്നോട് ചോദിച്ചു, സർ എനിക്ക് പോകാൻ സ്ഥലമില്ല, ഇവിടെ പാരാപ്ലജിക് ഹോം എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ആർമിയുടെ, അവിടെ പട്ടാളക്കാർക്ക് മാത്രമാണ് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത്. അതായത് അവരെ പട്ടാളം അഡോപ്റ്റ് ചെയ്ത് അവരെ എല്ലാ കാര്യങ്ങളും പട്ടാളം നോക്കും. കാര്യം പാരാപ്ലജിക്കോ അല്ലെങ്കിൽ ക്വാഡ്രിപ്ലീജിയോ വന്നു കഴിഞ്ഞാൽ വളരെ വിദഗ്ധ സഹായങ്ങളും എപ്പോഴും ആൾ കൂടെ വേണം അവർക്ക്.
ക്വാഡ്രിപ്ലീജിയൊക്കെ വന്നു കഴിഞ്ഞാൽ വേർക്കത്ത് പോലുമില്ല, അവരുടെ മെറ്റബോളിസം ഒക്കെ എഫക്റ്റ് ആകും. അപ്പം ചൂടത്തൊക്കെ ദേഹത്തോട് വെള്ളം ഒഴിക്കണം അവരെ തണുപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഇൻറ്റേർണൽ ഹീറ്റിംഗ് കൊണ്ട് അവർക്ക് അസ്വസ്ഥത വരും. അപ്പം അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അനിലൊന്നും എഴുതാനൊക്കത്തില്ല. അനിലിൻ്റെ ഭാഗ്യമാണോ എൻ്റെ ഭാഗ്യമാണോ എന്നറിയാൻ വയ്യ. അന്നേരമാണ് ജനറൽ BC ജോഷി എന്ന് പറയുന്ന വ്യക്തി, പിന്നീട് ചീഫായ ആൾ, അദ്ദേഹം സദേൺ കമാൻഡിൽ ആർമി കമാൻഡറായി ട്രാൻസ്ഫറായി വന്നത്. അദ്ദേഹം വന്നത് ഈസ്റ്റിൽ ഒരു കോറ് കമാൻഡ് ചെയ്തിട്ട് പ്രൊമോഷനിലാണ് ഇവിടെ ആർമി കമാൻഡറായിട്ട് വന്നത്. ആർമഡ് കോർ മനുഷ്യനാണ്. അപ്പം ഞാനായിരുന്നു ആ സ്റ്റോപ്പ് ഗ്യാപ്പ് ADC. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ADC എത്തുന്നതിന് മുമ്പ് 1.5 മാസത്തെ സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ADC ആയിട്ട് വർക്ക് ചെയ്തത്. എല്ലാ സീനിയർ ഓഫീസേഴ്സിനും ഒരു സ്റ്റാഫ് ഓഫീസർ, അതായത് അവരുടെ ഒരു സഹായി, അവരുടെ പ്രോഗ്രാം, പിന്നെ അവരുടെ മീറ്റിംഗ്സ് ഫിക്സ് ചെയ്യാൻ, അവരുടെ ഫയൽ മൂവ്മെൻറ്റ്സ്, പിന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് 8D ക്യാമ്പ് എന്നാണ്. അതായത് ക്യാമ്പിലെ പുള്ളിക്കാരൻ്റെ പ്രൊഫഷണൽ ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന പേഴ്സണലും എല്ലാം നോക്കുന്നത് ഈ വ്യക്തിയാണ്, ADC. അതായത് ഒരു പാർട്ടിക്ക് പോകണമെങ്കിൽ അതിൻ്റെ അപ്പോയിൻമെൻറ്റ്, ആരെ കാണുന്നു, എപ്പോൾ കാണണം, ഷെഡ്യൂൾ ഷീറ്റ് എല്ലാം ADC ആണ് അത് മോണിറ്റർ ചെയ്യുന്നത്. അപ്പം ADC പറയും ഇല്ല, അപ്പം ഇന്ന് സമയത്ത് ജനറലില്ല, അല്ലെങ്കിൽ ഇന്നടത്ത് പോകണം. ADC ഈ ജനറലിൻ്റെ ഒരു ഛായയാണ്, നിഴലാണ്. എവിടെ ജനറൽ പോകുന്നു ADC എപ്പോഴും കൂടെ കാണും. അപ്പം ഈ 1.5 മാസം ജനറൽ ബിപിൻ ചന്ദ്ര ജോഷിയുടെ ADC ആയിരുന്നു ഞാൻ. അപ്പോഴത്തേക്ക് അനിലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കൈ നോക്കാം. അപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി. ഇപ്പോൾ വരുന്നൊരു ചാനലുണ്ട്, അത് ഭാഗ്യം കൂടെ പറയാം. ആ ചാനലിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്യാപ്റ്റനായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാൾ അവിടെ അന്ന് കേണലായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു. അപ്പം അദ്ദേഹം പറഞ്ഞു, ചക്കോ, ഇത് അപ്രൂവ് ചെയ്യാൻ ഒരാൾക്കേ ഒക്കത്തുള്ളൂ, അത് ആർമി കമാൻഡറിനാണ്. എനിക്ക് ഫയൽ മൂവ് ചെയ്യാം, ഞാൻ ചെയ്ത് നിനക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തന്നെ അനിലിൻ്റെ പേരൊക്കെ എഴുതി ഒപ്പൊക്കെ ഫോർ അനിൽ എന്നിട്ട് ഒപ്പൊക്കെ ഇട്ട് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി ഇദ്ദേഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടറിൽ കൊടുത്തു. അദ്ദേഹം എനിക്ക് പിറ്റേന്ന് തന്നെ അവിടുത്തെ ബ്രിഗേഡിൻ്റെ ഒക്കെ റെക്കമെൻഡേഷനൊക്കെ വാങ്ങിച്ച് ഫയൽ എന്നെ ഏൽപ്പിച്ചു. അപ്പം ഞാൻ ചാർജ് എടുത്തിട്ട് കൂടിപ്പോയാൽ 2 ആഴ്ചയായി കാണും. പരിചയം പോലും ശരിക്കായിട്ടില്ല ജനറലുമായിട്ട്. രാവിലെ ജനറൽ ഓഫീസിൽ എത്തി, എല്ലാം ഞാൻ കഴിഞ്ഞു. പുള്ളിക്കാരനെ രാവിലെ ബ്രീഫിങ് കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു, സർ കെൻ ഐ മേക്ക് എ റിക്വസ്റ്റ്, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരൻ എന്നെ നോക്കി. 2 ആഴ്ചത്തേക്ക് വന്ന മനുഷ്യൻ റിക്വസ്റ്റ് ചെയ്യാനൊന്നും സമയമായിട്ടില്ല എന്നെനിക്കറിയാം. പുള്ളിക്കാരൻ തോന്നിക്കാണ് എന്തോ പറ്റിയത്. ഈ സെഡ് യെസ് ടെൽ മീ. അപ്പം ഞാൻ പറഞ്ഞു, സർ ഇങ്ങനൊരു ഓഫീസറുണ്ട്, ഈ ഒരു സഹായത്തിന് സാറിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ എന്നോട് ചോദിച്ചു, അത് എയർഫോഴ്സിലെ അല്ലേ, ഇത് ആർമിക്കുള്ളതല്ലേ? നമ്മൾ സർ സർവീസസിലുള്ള ഒരു ഓഫീസറാണ്, അവർക്ക് വീട്ടിൽ പോയാൽ അവന് നോക്കാൻ ആരും കാണത്തില്ല, അതുകൊണ്ട് ദയവായിട്ട് സാറൊന്ന് സമ്മതിക്കണം. എന്നെ 1 മിനിറ്റ് ഇങ്ങനെ തുറിച്ച് നോക്കിയിട്ട് പറഞ്ഞു, യാ ഗോ ഹെഡ് പ്രോസസ് ദ പേപ്പർ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഞാൻ ആ ഫയലിൽ കൊണ്ട് പോയി അവിടെയുള്ള ആരൊക്കെ ഒപ്പിടണം അവരെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആർമി കമാൻഡറുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെല്ലാം എനിക്ക് ഒപ്പിട്ട് തന്നു. ആർമി കമാൻഡർ അടുത്ത 24 മണിക്കൂറിനകം ആർമി കമാൻഡറിന് അപ്രൂവൽ തന്നു. ഞാൻ ഉടനെ തിരിച്ച് പഴയ കേണലിന് കൊണ്ട് കൊടുത്തു. അവരവിടുന്ന് ഓർഡർ ഇട്ടു, ഫ്ലൈറ്റ് ലെഫ്റ്റനൻറ്റ് MB അനിൽകുമാറിനെ MH മിലിറ്ററി ഹോസ്പിറ്റൽ കിർക്കിയിൽ നിന്ന് പാരാപ്ലിജിക് ഹോം കിർക്കിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അനിൽകുമാർ 50 വയസ്സ് വരെ, അദ്ദേഹത്തിൻ്റെ മരണം വരെ ആ പാരാപ്ലിജിക് ഹോമിലാണ് താമസിച്ചത്. പല അമ്യുനേഷൻ ഡെപ്പോസിൽ, അതായത് ഈ ബോംബുകൾ വെക്കുന്ന പല സ്ഥലങ്ങളിലും പൊട്ടിത്തെറികളുണ്ടായി. അത് വെക്കുന്നവരുടെ കുറ്റമാണെന്നൊരു പഴി വന്നു. അതായത് ഇപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ പഴിക്കാൻ തുടങ്ങി, ഇവർ ശരിക്കും നോക്കാത്തതുകൊണ്ടാണ് ഈ ബോംബുകളൊക്കെ പൊട്ടുന്നതെന്ന്.
അപ്പോൾ എൻ്റെ ഡയറക്ടർ ജനറലിന് വളരെ പ്രയാസമായി. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം പഠാൻകോട്ടിൽ വലിയൊരു പൊട്ടിത്തെറി നടന്നു. കുറച്ച് പേര് മരിച്ചു. അത് വലിയൊരു അമ്യൂണിഷൻ മൊത്തം അങ്ങ് പൊട്ടി.